ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് കോമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഈ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയുടെ ആദ്യ ഷോ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം പൃഥ്വിരാജിന്റെ ഈ വർഷത്തിലെ രണ്ടാമത്തെ മലയാളം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ നേരത്തെ വന്ന പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ പോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. തിയേറ്ററുകളിൽ ഉറപ്പായിട്ടും കുടുംബ പ്രേക്ഷകരായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ഫാമിലി എന്റർടൈനർ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ മാറുന്നുവെന്നാണ് ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ ആദ്യ പകുതിക്ക് വളരെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ. രണ്ടാം പകുതിക്ക് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ലഭ്യമായതെങ്കിൽ പോലും ആദ്യ പകുതിയുടെ ലെവലിലേക്ക് രണ്ടാം പകുതി എത്തപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ക്ലൈമാക്സും കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. എങ്കിൽ പോലും സിനിമ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സമീപകാലത്ത് വന്ന മലയാളം സിനിമകളിൽ ഒരുപാട് താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു കോമഡി എന്റർടൈനർ സിനിമയായിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ മാറുകയാണ്. പൃഥ്വിരാജും ബേസിൽ ജോസഫും തന്നെയാണ് സിനിമയിലെ നെടുംതൂൺ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടുപേരും അവരുടെ റോൾ വളരെ മികച്ചതാക്കിയിരിക്കുന്നു. ഒപ്പം മറ്റ് കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നുപോയ ഒട്ടനേകം കഥാപാത്രങ്ങളുണ്ട്, അവരെല്ലാം തന്നെ മികച്ചതാക്കി എന്നൊരു അഭിപ്രായം കൂടി നേടിയെടുത്ത ഗുരുവായൂർ അമ്പല നടയിൽ അങ്ങനെ ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുമ്പോൾ ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളിലേക്കാണ്. ഏപ്രിൽ 11 ശേഷം റിലീസ് ചെയ്ത മലയാളം സിനിമകളിൽ ഒന്നുപോലും നിലവിൽ വിജയം നേടിയെടുത്തിട്ടില്ല. അപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു മാസത്തിന് ശേഷം വിജയിക്കുന്ന അടുത്ത മലയാളം സിനിമയായിട്ട് മാറും എന്ന് തന്നെയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കാത്തിരിക്കൂ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള അടുത്ത ദിവസങ്ങളിലെ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്.